ഹായ്, സിബിൻ സ്റ്റിച്ചിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മുമ്പ് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അബായ സ്ലീവ് എന്ന് പറയും. ബാക്ക് ലൂസ് വന്നിട്ട് മുട്ട് വരെ ടൈറ്റില് അവിടെ അങ്ങോട്ട് ലൂസ് എന്നിട്ട് സ്ലീവിന്റെ സ്റ്റിച്ചിങ് കാണിച്ചു തരാം. അപ്പൊ ഇതിന്റെ അടിഭാഗം താഴ്ഭാഗം ആദ്യം നമ്മൾ മടക്കിയടിക്കുക. നമ്മള് രണ്ടു വശം നമുക്ക് അടിക്കാൻ വേണ്ടിയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതിന്റെ അടിഭാഗം നമ്മളൊരു മടക്കിയെടുക്കാൻ എടുക്കുക. അതിന്റെ അടിഭാഗം എന്താ ഇങ്ങനെ രണ്ട് മടക്കാക്കിയിട്ട് രണ്ട് സ്റ്റിച്ച് വേണം. ആദ്യമാണെങ്കിൽ ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ അതാ ഇങ്ങനെ മടക്കിയിട്ട് ഒരു സ്റ്റിച്ച് ആദ്യം ഇട്ട് കൊടുക്കുക. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു സ്റ്റിച്ച് ഇട്ട് കാണിച്ചു തരാം. ആദ്യം ഒരു 1/4 ഇഞ്ചില് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. രണ്ട് കൈയും ഉള്ളും പുറം മാർക്ക് ചെയ്തിട്ടുണ്ട്. നോക്കിയിട്ട് ഉള്ളിലോട്ടാണ് തുമ്പ് മടക്കുന്നത്. മടക്കിയിട്ട് ഫസ്റ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി കൈയിന്റെ അടിഭാഗം പിരിഞ്ഞു പോകും, ചുണ്ടിലും പോവാതിരിക്കാൻ എന്ത് ചെയ്യാം, ആദ്യം 1/4 ഇഞ്ചിനെ നീ മടക്കിയെടുക്കുക. വേണ്ടാത്ത മടക്കിയെടുക്കുക. അത് നമ്മൾ മാർക്ക് ഇവിടെ വിട്ടിട്ടുണ്ട്. വിട്ടിനനുസരിച്ച് വലിയ വീതിയില് മടക്കിയെടുക്കരുത്. ചെറിയ അരയിഞ്ച് നമ്മൾ മുമ്പിട്ടുണ്ടോ, അപ്പൊ അരയിഞ്ച് തന്നെ മടക്കിയെടുക്കും. കയ്യിലെ താഴേക്ക് ഫ്ലയറാണ്, ലൂസ് ടൈപ്പാണ് കൈ വരുന്നത്. അപ്പൊ കൈയിന്റെ ഭാഗം നമ്മൾ മടക്കിയെടുത്ത് കഴിഞ്ഞു. ഈ കൈ നമ്മൾ മടക്കിയടിക്കണം. മടക്കിയടിച്ച് കഴിഞ്ഞാൽ ഈ സൈഡ് കൂട്ടുക. റൗണ്ടിൽ ഫിറ്റിങ് വരും കൈയിന്റെ ബോഡിയില്. മുൻകാലിന്റെ അവിടെ ഒരു കൈയിന്റെ സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ മാർക്കിനനുസരിച്ച് ഈ മാർക്കിലൂടെ അടിക്കുക. കൈയിന്റെ താഴ്ഭാഗമാണ് പ്ലെയർ. മുട്ടിലോട്ട് ടൈറ്റ് ആക്കി മുൻകാലിന്റെ ഉപ്പിലേക്ക് വീണ്ടും മുൻകാലിന്റെ അതേ അളവില് അടിക്കുമ്പോ 2 അടി അടിച്ചു കൊടുക്കുക. കുട്ടി പോകാതെങ്കിൽ 2 സ്റ്റിച്ച് ഇട്ടടിക്കുക. ഒക്കെ ഒരു കെട്ടിട്ട് കൊടുക്കണം. ഈ രണ്ടാമത്തെ കൈ അടിക്കുമ്പോൾ ഇതേ മാർക്കിനനുസരിച്ച് അടിക്കണം. അപ്പൊ അതില് മാർക്ക് ചെയ്യേണ്ട എടുക്കുമ്പോൾ കാണിച്ചത് കൈ തിരിച്ചു വെക്കുക. ഈ കൈയിന് അതേപോലെ എടുക്കുക. ഉൾവശത്തോട്ട് മാർക്ക് ചെയ്ത് പുറത്തോട്ട് ഇടുക. ഈ കൈയിന്റെ ഫ്ലെയർ നോക്കുക. ഈ ഫ്ലെയറും ഒരുമിച്ച് വെക്കുക. ഇതിന്റെ ഫ്ലെയറിനെ ഫസ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അതേ അളവിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ കയ്യിനെ മാർക്ക് ചെയ്യാൻ എളുപ്പത്തിന് ടേപ്പ് കയ്യിലെടുക്കേണ്ടത്. അതിന് എളുപ്പത്തിനാണ് കാണിച്ചു. ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്താൽ ഇതാ ഇതിന്റെ സ്റ്റിച്ചിനനുസരിച്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അടിച്ച കൈയിനെ ഉള്ളിലിട്ടിട്ട് മറ്റേ കൈ അതിന്റെ മേലിട്ടിട്ട് അതിന്റെ സ്റ്റിച്ചിനനുസരിച്ച് ഈ കൈ ഇങ്ങനെ മടക്കി കൊടുക്കുക. അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. മാർക്ക് ചെയ്യുമ്പോൾ കൈയിന്റെ മടക്കിന്റെ ഭാഗം ഒരേപോലെ വരണം, അല്ലെങ്കിൽ മാർക്കിങ് മാറിപ്പോകും. മുട്ടുലൂസിന്റെ അവിടെ ശ്രദ്ധിക്കുക. കറക്റ്റ് മുട്ടുലൂസ് കറക്റ്റ് ആക്കി തന്നെ മുട്ടും തന്നെ ഇതിന്റെ അതേ അളവ് തന്നെ ഇതും അളവിൽ അങ്ങനെ പോയാൽ
മാർക്ക് ചെയ്ത് കണ്ടെന്ന് തോന്നുന്നു. ഇനിയൊന്നും നോക്കണ്ട, ഈ മാർക്കിനനുസരിച്ച് അടിച്ചങ്ങ് കൊടുത്താൽ മതി. കൈകാലിൻ്റെ അവിടെ മാർക്ക് ചെയ്തു, കൈ മാർക്ക് ചെയ്തു. എന്തിനും ഇട്ടിട്ടടിക്കുക. തുമ്പ് കയറി ഇറങ്ങി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മടക്കിയടിച്ച് ഭാഗത്ത് വരെ പോയി തിരിച്ചിട്ടിട്ട് എട്ടിൽ കെട്ടിട്ട് തിരിച്ചിട്ട് കയ്യിൽ മറിച്ചിട്ട് കൊടുക്കുക. ഇപ്പൊ നമ്മള് അപായ കൈ എന്ന് പറയുന്നത് കൈയിന്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി ഇതിൽ കുറെ വർക്കുണ്ട്. ബോഡിനെ ഫിറ്റ് ചെയ്യാണ്ട്, ബോഡി അടിക്കാനൊക്കെ. അപായ കൈ അടിക്കേണ്ടത് മാത്രമാണ് ഇപ്പൊ കാണിച്ചിരിക്കുന്നത്. അപായ കൈ അടിക്കേണ്ടത് ഇങ്ങനെയാണ്. അപായ കൈ കഴിയുമ്പോൾ മുട്ടൊരേ ടൈപ്പിൽ വന്നിട്ട് മുട്ടിന്റെ ഉള്ളിൽ താഴോട്ട് പ്ലെയറിൽ വന്നു. പണ്ടത്തെ പണ്ടൊക്കെ ഉണ്ടായിരുന്ന കൈയാണ്, ഇപ്പോഴും ഉണ്ട്. എല്ലാവരും ചെയ്യുന്നുണ്ട് അപായ കൈ. അപ്പോൾ അപായ കൈയിന്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞ് വീഡിയോ എല്ലാവർക്കും മനസ്സിലായി തോന്നുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.